എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ വൺ പീസിൽ വരാൻ പോകുന്ന നമ്മുടെ മൂന്നാമത്തെ വേൾഡ് വാറിനെ കുറിച്ചാണ്. നമുക്കറിയാം ഇപ്പോൾ വൺ പീസ് ഏകദേശം അവസാനിക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് വൺ പീസിൽ നടക്കുന്ന ഓരോ ഇവൻറ്റ്സും ഇപ്പോൾ മേജറായിട്ടുള്ളത് മാത്രമാണ്. ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് എൽബാഫിലാണ്. നമുക്കറിയാം എൽബാഫ് വാറിൻ്റെ ബർത്ത് പ്രൈസ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ മൂന്നാമത്തെ വേൾഡ് വാർ ആരംഭിക്കാൻ പോകുന്നത് നമ്മുടെ എൽബാഫിൽ നിന്ന് തന്നെയായിരിക്കും. നമ്മൾ മെറീൻ ഫോർഡ് ആർക്കിൽ കണ്ടിട്ടുണ്ട് വൺ പീസ് വേൾഡിലെ എല്ലാ പവർ ഹൗസസും ഏകദേശം ഒരു ടൈമിൽ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു ആ ദിവസം. ഈ സംഭവം നടന്നത് നമ്മുടെ ടൈം സ്കിപ്പിന് മുമ്പായിരുന്നു. അതുവരെ കാണിച്ചിരുന്ന എല്ലാ പവർ ഹൗസസും നമ്മുടെ വൺ പീസിൻ്റെ മെറീൻ ഫോർഡ് ആർക്ക് നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മുടെ പവർ ഹൗസസൊക്കെ മാറിയിട്ടുണ്ട്. പ്രീ ടൈം സ്കിപ്പിന് ശേഷം നമ്മുടെ വൺ പീസിലെ പവർ ഹൗസസ് മാറി. ഇപ്പോൾ നമ്മൾ വിചാരിച്ചതിലും വലുതായിട്ടുള്ള പവർ ഹൗസസ് നമ്മുടെ വൺ പീസിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നമ്മുടെ വൺ പീസിൻ്റെ ഫൈനൽ വാറിൽ ഇപ്പോഴത്തെ എല്ലാ പവർ ഹൗസസും നമുക്ക് ഒരിടത്ത് കാണാൻ കഴിയും. അല്ലെങ്കിൽ ഒരേ ടൈമിൽ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് പല ബാറ്റിൽസിൽ ഏർപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ നടക്കാൻ പോകുന്ന വാർ എങ്ങനെയായിരിക്കും എന്നാണ് നമ്മളിന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത നിങ്ങൾ കൂടെ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തുകയുള്ളൂ. അത് നമുക്ക് വീഡിയോയിലേക്ക് നേരിട്ട് പോയേക്കാം. നമ്മൾ വീഡിയോ ചിലപ്പോൾ രണ്ട് പാർട്ടാക്കും, കാരണം ഈ വീഡിയോ കുറച്ച് ലോങ് ആകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ആദ്യം ഇനി എൽബാഫിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ ലൂഫിയും അതുപോലെ തന്നെ സ്കോപ്പർ ഗബാനും തമ്മിലൊരു ഫൈറ്റ് നടക്കാൻ പോകുന്നുണ്ട്. ആ ഫൈറ്റിൽ മേ ബി നമ്മുടെ ലൂഫി തന്നെ വിജയിക്കാനാണ് ചാൻസ് കൂടുതലുള്ളത്. ആ ഫൈറ്റിന് ശേഷം നമ്മുടെ ലൂഫി നമ്മുടെ ലോക്കിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോക്കിയുടെ ചാമ്പറിലേക്ക് പോകുമ്പോൾ അവിടെ ഷെംറോക്ക് വരും. അതുപോലെ തന്നെ ഷെംറോക്കിനെ കണ്ട് ലൂഫി വേണമെങ്കിൽ ഷാങ്സ് ആണെന്ന് തെറ്റിദ്ധരിച്ച് നമ്മുടെ ലോക്കിനെ റിലീസ് ചെയ്യേണ്ട കീ നമ്മുടെ ഷെംറോക്കിൻ്റെ കൈ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത് ഷാങ്സ് അല്ലെന്ന് മനസ്സിലാക്കി ലൂഫി അത് നമ്മുടെ ഷെംറോക്കിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ഫൈറ്റിൽ നമ്മുടെ ലൂഫി ഡിഫീറ്റ് ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ട്. ഈ ഫൈറ്റ് എന്തായാലും ഒരു ഓൾ ഔട്ട് വാറാകാൻ ചാൻസ് ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഷെംറോക്ക് എന്തായാലും ഈ ആർക്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഈ ആർക്ക് തന്നെ നമ്മുടെ ഷെംറോക്കിനെ ഡിഫീറ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല. ഒരു പക്ഷേ നമ്മുടെ ഷെംറോക്കിന് എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മുടെ എൽഡേഴ്സ് എങ്ങനെയാണോ എക്കൈഡിൽ നിന്ന് റിട്രീറ്റ് ചെയ്തത് അതുപോലെ തന്നെ നമ്മുടെ ഷെംറോക്കിന് നമ്മുടെ എൽബാഫിൽ നിന്ന് റിട്രീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ നമ്മുടെ ഷെംറോക്ക് അവിടെ നിന്ന് റിട്രീറ്റ് ചെയ്യാൻ കാരണം നമ്മുടെ ലോക്കിനെ ലൂഫി റിലീസ് ചെയ്തതിന് ശേഷം ലോക്കി നമ്മുടെ ലൂഫി അതുപോലെ തന്നെ സ്കോപ്പർ ഗബ അതുപോലെ തന്നെ മറ്റ് സ്ട്രോ ഹാറ്റ്സ് ഇവരൊക്കെ ഹാൻഡിൽ ചെയ്യാൻ നമ്മുടെ ഹോളി നൈറ്റ്സിന് ഇത്രയും പേരെ ഹാൻഡിൽ ചെയ്യാന്നുള്ളത് ഹോളി നൈറ്റ്സിന് ഒറ്റയ്ക്ക് പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ അവരവിടെ നിന്ന് റിട്രീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു സംഭവത്തിന് ശേഷമായിരിക്കും നമ്മുടെ സ്കോപ്പർ ഗബാൻ വേണമെങ്കിൽ നമ്മുടെ ലൂഫിനെ ട്രെയിൻ ചെയ്യുന്നത്. നമുക്കറിയാം നമ്മുടെ ലൂഫിക്കോ അതുപോലെ തന്നെ മറ്റ് സ്ട്രോ ഹാറ്റ്സിനോ ആർക്കും തന്നെ ഷെംറോക്ക് കാസലിൽ വന്നപ്പോൾ അത് സെൻസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. എന്നാൽ നമ്മുടെ ഗബാന് മാത്രം അത് സെൻസ് ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മുടെ ഗബാൻ യൂസ് ചെയ്യുന്ന ഹാക്കി എന്ന് പറഞ്ഞാൽ പുതിയതൊരു ടൈപ്പ് ഹാക്കി ഗബാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഷെംറോക്കിനെ ഗബാന് സെൻസ് ചെയ്യാൻ പറ്റിയത്. പക്ഷേ ഈ സംഭവം നമ്മുടെ ലൂഫിക്ക് ഗബാൻ പഠിപ്പിച്ചു കൊടുക്കുമായിരിക്കും. അതിനുശേഷം നടക്കാനുള്ള മെയിനായിട്ടുള്ളൊരു ഇവൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലാക്ക് ബിയർഡ് പാരറ്റ്സ് വേഴ്സസ് അതുപോലെ തന്നെ നമ്മുടെ റെഡ് ഹെയർ പാരറ്റ്സ് ആണ്. ഇവർ തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുന്നതായിരിക്കും നമ്മുടെ എൽബാഫ് ആർക്ക് നടക്കുന്ന അതേ സമയത്ത് തന്നെ. ഈ ഫൈറ്റിൻ്റെ ഔട്ട്കം വേണമെങ്കിൽ നമ്മുടെ ഷാങ്സിനെ വിജയിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഷാങ്സ് നമുക്കറിയാം ഇപ്പോൾ ഒരു മൂവ് പോലും ഇതുവരെ നടത്തിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഷാങ്സിനെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ബ്ലാക്ക് ബിയർഡിൻ്റെ കൂടി ഫൈറ്റ് ചെയ്ത് ഷാങ്സ് ഡിഫീറ്റ് ചെയ്യപ്പെട്ടാൽ അത് നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ഈ ഫൈറ്റ് നമ്മുടെ ഷാങ്സിനെ വിജയിക്കുമായിരിക്കും. വേണമെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ബിയർഡിന് 3 സോൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിലൊരു സോൾ വേണമെങ്കിൽ ബ്ലാക്ക് ബിയർഡിന് ഈ ഒരു ഫൈറ്റോട് കൂടെ നഷ്ടപ്പെടാനും ചാൻസ് ഉണ്ട്. എങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാം ബ്ലാക്ക് ബിയർഡിൻ്റെ സ്വഭാവം. എങ്ങനെ ഏതെങ്കിലും രീതിയിൽ ബ്ലാക്ക് ബിയർഡ് അവിടെ നിന്ന് എന്തെങ്കിലും തട്ടിപ്പ് കാണിച്ച് നമ്മുടെ ഷാങ്സിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതായിരിക്കും. ഈ ഒരു സംഭവത്തിന് ശേഷം നമ്മുടെ മെയിനായിട്ട് നടക്കാൻ പോകുന്ന ഒരു ഇവൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇമ്പൾ ഡൗണിൻ്റെ ഒരു ബ്രേക്ക് ഔട്ടാണ്. നമുക്കറിയാം നമ്മുടെ ഓടെ തന്നെ കൺഫേം ചെയ്തത് നമ്മുടെ ഇമ്പൾ ഡൗണിൽ ഒരു പ്രിസൺ ബ്രേക്ക് കൂടെ ഉണ്ടാകുമെന്ന്. ഈ പ്രിസൺ ബ്രേക്കിന് മെയിൻ കാരണം ഒന്ന് നമ്മുടെ ക്രോസ് ഗിൽഡും അതുപോലെ തന്നെ മാർക്കോയും ആയിരിക്കും. ഈ പ്രിസൺ ബ്രേക്കോട് കൂടെ നമ്മുടെ ക്രോസ് ഗിൽഡിന് കുറച്ചുകൂടെ പവർപ്പ് കിട്ടുന്നതായിരിക്കും. കാരണം നമ്മുടെ ഡോഫ്ലമിംഗോ അതുപോലെ തന്നെ മോറിയ ഇവരൊക്കെ നമ്മുടെ ക്രോസ് ഗിൽഡ് ചേരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇമ്പൾ ഡൗണിലുള്ള മറ്റ് പാരറ്റ്സും വേണമെങ്കിൽ ക്രോസ് ഗിൽഡ് ചേർന്നേക്കാം. കാലയളവിൽ നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് എൽബാഫിൽ നിന്ന് ട്രെയിനിങ് ഒക്കെ പൂർത്തിയാക്കി വേണമെങ്കിൽ അവിടെ നിന്ന് പോന്നിട്ടുണ്ടാകും. അതിനുശേഷം നമ്മുടെ ബ്ലാക്ക് ബിയർഡ് വേണമെങ്കിൽ നമ്മുടെ ഗാർപ്പിൻ്റെ പബ്ലിക് എക്സിക്യൂഷൻ അനൗൺസ് ചെയ്യുകയോ ഇതറിയുന്ന ലൂഫി നമ്മുടെ ഗാർപ്പിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്ലാക്ക് ബിയർഡ് പാരറ്റ്സുമായിട്ട് ഒരു ഓൾ ഔട്ട് വാർ തന്നെ നടത്തുന്നതായിരിക്കും. ഈ ഒരു ഫൈറ്റിൽ ബ്ലാക്ക് ബിയർഡിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൂഫിയുടെ കയ്യിൽ നിന്ന് ഈ 4th പോണിഗ്ലിഫിൻ്റെ കോപ്പി എങ്ങനെയെങ്കിലും എടുക്കുക എന്നുള്ളതായിരിക്കും. കാരണം ചിലപ്പോൾ വേണമെങ്കിൽ നമ്മുടെ ലൂഫിക്ക് ഈ എൽബാഫിൽ നമ്മുടെ 4th പോണിഗ്ലിഫ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മുടെ മെയിൻ മാർക്കറ്റ് മൈ ഫ്ലെയിം എന്ന് പറയുന്നത് നമ്മുടെ സ്കോപ്പർ ഗബാൻ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ നമ്മുടെ ലൂഫിക്ക് പെട്ടെന്ന് തന്നെ ഈ 4th പോണിഗ്ലിഫിൻ്റെ കോപ്പി കിട്ടും. അപ്പോൾ ബ്ലാക്ക് ബിയർഡ് നമ്മുടെ ലൂഫിയായിട്ട് ഫൈറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ഫൈറ്റിൻ്റെ അവസാനം നമ്മുടെ ലൂഫിയും അതുപോലെ തന്നെ സ്ട്രോ ഹാറ്റ്സും എങ്ങനെയെങ്കിലും കഷ്ടിച്ച് ജയിക്കും. പക്ഷേ നമ്മുടെ ബ്ലാക്ക് ബിയർഡ് ഇവിടെ പൂർണ്ണമായിട്ട് ഡിഫീറ്റഡ് ആയിട്ടുണ്ടാകില്ല. കാരണം നമ്മുടെ ബ്ലാക്ക് ബിയർഡിന് നമുക്കറിയാം 3 സോൾസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ബിയർഡിന് 2 സോൾസ് ഇപ്പോഴും ബാക്കിയുണ്ടായിരുന്നു. അതിലൊന്നായിരിക്കും നമ്മുടെ ലൂഫി ഇപ്പോൾ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇനി ഒരു സോൾ കൂടെ ബാക്കിയുണ്ടാവും. ചിലപ്പോൾ ആ സോള് നമ്മുടെ ബ്ലാക്ക് ബിയർഡ് വീണ്ടും മുന്നോട്ടേക്ക് ജയിപ്പിച്ചേക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ബ്ലാക്ക് ബിയർഡിൻ്റെ കഥ അവിടെ തന്നെ കഴിയും. അതിനുശേഷം നമ്മുടെ ലൂഫി നമ്മുടെ ഗാർപ്പിനെ ഫ്രീ ചെയ്യൂ. അതിനുശേഷം നമ്മുടെ ലൂഫി എന്തായാലും നമ്മുടെ ലാഫ് ടൈലിലേക്ക് പോകും. ടൈമിലായിരിക്കും നമ്മുടെ സ്റ്റോറിയിലെ മറ്റ് പവർ ഹൗസസ് ആയിട്ടുള്ള റെവല്യൂഷണറി ആർമി അതുപോലെ ക്രോസ് ഗിൽഡ് അത് നമ്മുടെ ലൂഫിനെ നേരിടുന്നതായിട്ട് മുന്നോട്ടൊക്കെ വരുന്നതായിരിക്കും. കാരണം ഇവർക്ക് എല്ലാവരുടെയും ലക്ഷ്യമാണ് നമ്മുടെ ലാഫ് ടൈലിൽ എത്തി വൺ പീസ് കണ്ടെത്തുന്നത്. അതുകൊണ്ട് എന്തായാലും ഇവരൊക്കെ നമ്മുടെ ലൂഫിനെ നേരിടാൻ വേണ്ടി മുന്നോട്ട് വരുന്നതായിരിക്കും. ഇത് പലരും നമ്മുടെ ലൂഫിനെ സപ്പോർട്ട് ചെയ്യുന്നതും ഉണ്ടാകും.
ഒരു ടൈമിലായിരിക്കും നമ്മുടെ സോറോയും അതുപോലെ തന്നെ മിയോക്കും തമ്മിലുള്ള ഫൈറ്റ് നടക്കാൻ പോകുന്നത്. വേൾഡ് ബെസ്റ്റ് സ്പോർട്സ്മാൻ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഫൈറ്റോട് കൂടി നമ്മുടെ സോറോ തൻ്റെ ഡ്രീം അച്ചീവ് ചെയ്യുകയും ചെയ്യും. അതുമാത്രമല്ലാണ്ട് നമ്മുടെ ലൂഫിയും അതുപോലെ സ്ട്രോ ഹാറ്റ്സും നമ്മുടെ ലാഫ്റ്റൈലിൽ എത്തുകയും ചെയ്യും. ലാഫ്റ്റൈലിൽ നിന്ന് അവർ നമ്മുടെ വേൾഡിനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും മനസ്സിലാക്കും. അതോടുകൂടി മറ്റൊന്നും നോക്കില്ല പിന്നെ ലൂഫി നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിൽ നിന്നൊരു ഒരു വാർ നമ്മുടെ ലൂഫി അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഇതിന് ശേഷമുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോ പറയുന്നതായിരിക്കും. കാരണം ഞാൻ പറഞ്ഞു ഈ വീഡിയോ കുറച്ച് ലെങ്തി ആവാൻ ചാൻസ് ഉണ്ടെന്ന്. ഈ വീഡിയോൻ്റെ ബാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്താൽ മതി. നമ്മുടെ ഈ വീഡിയോന് 5K വ്യൂസ് എത്തിക്കുക. എന്നാൽ ഈ വീഡിയോൻ്റെ പാർട്ട് 2 വരുന്നതായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം, ഈ വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഓരോ ഇൻ്റർനെറ്റിൽ കണ്ട തിയറീസ് മാത്രമാണ്. അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ എന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ല, പൊട്ടത്തരായിരിക്കാൻ വേണമെങ്കിൽ. കാരണം ഇത് തിയറീസ് മാത്രമാണ്. കാരണം ശരിക്കുള്ള സ്റ്റോറി ചെയ്യുന്നത് നമ്മുടെ ഓടയാണ്. ഓടക്ക് മാത്രമേ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത് ആ നിലയിൽ മാത്രം കാണുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുള്ളൂ. എന്നാൽ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.